ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. 25,141 എന്നൊരു ക്ലോസിംഗിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. 25,222 എന്നുള്ള ഒരു ഹൈ ഒരു സമയത്ത് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവല് സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ നിഫ്റ്റി തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കാണുന്നത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അതിൻ്റെ ഒരു ഇൻഡെക്സ് ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ടാണ്. എന്നാൽ മൈക്രോ ക്യാപ്പ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ മൈക്രോ ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വർധനവ് കാരണമായിരിക്കാം ഇന്ന് നമുക്ക് 53% സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാം. ഇന്ന് IT, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ് പോലെയുള്ള സെക്ടറുകളിലാണ് പോസിറ്റീവായിട്ട് ഉള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50യെ ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചതിൻ്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ IT സ്റ്റോക്കുകളാണ്. അതുപോലെ എനർജി സെഗ്മെൻറ്റിലെ റിലയൻസും അതുപോലെയുള്ള മറ്റ് പെട്രോളിയം കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് നിഫ്റ്റിയെ പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. US ചൈന ആ ഒരു ട്രേഡ് ഡീല് അതൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്ന വാർത്തകൾ. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും തമ്മിലുള്ള ആ ഒരു യോജിപ്പ് ഈ മേഖലയിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ മാർക്കറ്റ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ ഓൾറെഡി ഹൈ ലെവൽ ടോക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനീവയിലേക്ക് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ടോക്കിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ഈ ഒരു ലണ്ടൻ ടോക്കിലൂടെ അത് ആ ട്രേഡ് വാറിന് ഒരു അറുതി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് രാജ്യങ്ങളും അവർ ഓൾറെഡി പരസ്പരം ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള താരിഫ് വർധനമൊക്കെ ഇപ്പോൾ മരവിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്തകൾ മൊത്തത്തിൽ US മാർക്കറ്റിലായാലും അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റിലും ഹോങ്കോങ്, ഷാങ്ഹായ്, അതുപോലെ ടോക്കിയോ, സിഡ്നി, സിയോൾ, വെല്ലിംഗ്ടൺ, തായ്പേ, മനില പോലെയുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ US വിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ക്രാഷ് ചെയ്തിട്ട് 16.88 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഈ വർഷത്തെ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അതുകൂടാതെ US ഇൻഫ്ലേഷൻ ഡാറ്റ വരാൻ പോവുകയാണ്. അത് ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത് 2.5 എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. കഴിഞ്ഞ മാസം അത് 2.3 എന്ന ഒരു ഡാറ്റയായിരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ഡാറ്റ ഇപ്പോൾ വന്നിട്ടുള്ളത് എക്സ്പെക്റ്റേഷനേക്കാൾ കുറവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. 2.4 എന്നുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ് കാണുന്നത്. 2.5 ആയിരുന്നു ഫോർകാസ്റ്റ് ചെയ്തത്. ഈ ജൂൺ 17-18 തീയതികളിൽ നടക്കുന്ന US FOMC മീറ്റിംഗ്, അവിടെ ജെറോം പവലിൻ്റെ മേലെ ശക്തമായൊരു സമ്മർദ്ദം ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം അതിന് സഹായിച്ചിട്ടുള്ളത് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രവചനമാണ്. അപ്പോൾ ഓയിൽ പ്രൈസ് താഴോട്ടേക്ക് വരുമെന്നും ഗ്ലോബൽ ഇൻവെൻട്രി അത്രമാത്രം ഉയർന്നിരിക്കുകയാണെന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്രണ്ട് ക്രൂഡ് 61 എന്നുള്ള ഒരു പ്രൈസിലേക്ക് താഴുമെന്നും പ്രത്യേകിച്ച് 2025 അവസാനം ആകുമ്പോഴേക്കും അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും അതുപോലെ 2026 ഒരു ആവറേജ് പ്രൈസ് 59 എന്ന ലെവലിൽ കാണാൻ കഴിയുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ പോസിറ്റീവായിട്ട് ഇപ്പോൾ സ്വാധീനിച്ചത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയുള്ള മൊത്തം 15 സ്റ്റോക്കുകളിൽ 12 സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്തതായിട്ട് കാണാം. ചില സ്റ്റോക്കുകൾ 1% മുതൽ 6% വരെ മുന്നോട്ട് പോയതായിട്ടും കാണാം. ഓയിൽ ഇന്ത്യ, അതുപോലെ BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഗെയിൽ, മഹാനഗർ ഗ്യാസ്, ONGC, റിലയൻസ് പോലെയുള്ള സ്റ്റോക്കുകളിലും ഇന്ന് 1 to 6% ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് ക്യാബിനറ്റ് 2 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തതാണ്. അതായത് 6,405 കോടിയുടെ ഈ ഒരു പ്രോജക്റ്റ് 7ഓളം ജില്ലകളിലൂടെ കടന്നു പോകുമെന്നാണ് റെയിൽവേ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലുള്ള ഈ ജില്ലകളിലൂടെ ഏകദേശം 318 കിലോമീറ്ററിൻ്റെ ഒരു പാതയാണിത്. എന്നാൽ ഈ ഒരു വാർത്ത വലിയൊരു എക്സൈറ്റ്മെന്റ് റെയിൽവേ സ്റ്റോക്കുകൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നമുക്കാണെങ്കിൽ റെയിൽടെൽ കോർപ്പറേഷൻ മാത്രമാണ് ഒരു 1% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായത്. അതുപോലെ ടെക്സ്മാക്കോ റെയിൽ, റൈറ്റ്സ്, റെയിൽ വികാസ് നിഗം, IRFC, ഇർക്കോൺ ഇന്റർനാഷണൽ പോലെയുള്ള സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു എന്നല്ലാതെ ശക്തമായൊരു മൂവൊന്നും ഈ റെയിൽവേ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല.
ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന AMFIയുടെ അത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിന്റെ മെയ് മാസത്തെ ഡാറ്റയാണ്. അപ്പോൾ ആ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത് ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള പണമൊഴുക്ക് അതിന്റെ മുമ്പത്തെ ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് 22% കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. 19,013 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് മെയ് മാസം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ പ്രത്യേകമായിട്ട് ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെപ്റ്റ്, ഹൈബ്രിഡ്, ലിക്വിഡ് പോലെയുള്ള നോൺ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻഫ്ലോ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഇൻഫ്ലോ നമ്മൾ കാണാൻ 29,108 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് മെയ് മാസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റർ കൂടുതൽ കോഷ്യസ് ആയിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലരും ഇൻവെസ്റ്റ്മെൻറ്റ് ഡെറ്റ്, ഫിക്സഡ് ഇൻകം പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ SIPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് 0.21% ഒരു ഫ്രഷ് ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 26,658 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് മെയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇടിവുണ്ടായിട്ടുള്ളത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റിലാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സിന്ദൂർ ഓപ്പറേഷൻ, അതുപോലെ പാകിസ്ഥാന് എതിരെയുള്ള ഒരു വാർ ടെൻഷൻസും ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് മ്യൂച്വൽ ഫണ്ടിൽ പ്രതിഫലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിലാണെന്ന് കാണാൻ കഴിയും. 53% ഒരു ഇടിവാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സ്മോൾ ക്യാപ്പിൽ 19% ഇടിവും മിഡ് ക്യാപ്പിൽ 15% ഇടിവും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മൾട്ടി ക്യാപ്പിൽ 17% ഒരു അപ്സൈഡാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഫ്ലെക്സി ക്യാപ്പിൽ ആ രീതിയിലുള്ള ഒരു അപ്സൈഡ് ഉണ്ടായിട്ടില്ല. അവിടെ 30% ഡൗൺ സൈഡിലാണ് പോയിട്ടുള്ളത്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ വമ്പിച്ച ഒരു ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളിലും പ്രത്യേകിച്ച് ഈക്വിറ്റിയിലും ഡെറ്റിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരം മ്യൂച്വൽ ഫണ്ടുകളിലും നല്ല ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ മേഖലയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും നല്ല ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇൻവെസ്റ്റേഴ്സ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അവരുടെ അലോക്കേഷൻ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ഗോൾഡ് ഫണ്ടിലും നല്ല ഇൻഫ്ലോ ഉണ്ടായിട്ട് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ഓവറോൾ AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മൊത്തം ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയുന്നത് 72 ലക്ഷത്തിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആണ്. ഏപ്രിൽ മാസം അത് 69.99 ആയിരുന്നു. അപ്പോൾ ഈ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റീസെൻറ്റ് ഹൈ അത് മൊത്തത്തിലുള്ള ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ AUMൽ ഈ ഒരു വർധന നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇൻഫ്ലോ കുറഞ്ഞിട്ടും AUM വർദ്ധിക്കാനുള്ള കാരണം അവർ നിക്ഷേപിച്ചിട്ടുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വളർച്ചയാണ് ഈ AUM വർദ്ധിക്കാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് അതുപോലെ മാർക്കറ്റിൽ നല്ലൊരു മൂവ് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ. 6.28% ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ട് കാണാം. അതിൻ്റെ വോളിയം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാം. ഒരു ഇയറിലെ 9 മില്യൺ എന്നുള്ള ആ ഒരു വോളിയം ഇപ്പോൾ 42 മില്യൺ ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. കഴിഞ്ഞ 6 മാസം നിഫ്റ്റി ഫാർമ ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു നാറ്റ്കോ. നിഫ്റ്റി ഫാർമ 1% ഡൗൺ ആയപ്പോൾ 35% ഒരു ക്രാഷാണ് ഈ സ്റ്റോക്കിലുണ്ടായത് കഴിഞ്ഞ 6 മാസത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് അതിൻ്റെ ROC 32 ROE 28 എന്നുള്ള വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. അതുപോലെ തന്നെ കഴിഞ്ഞ Q4 റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ 14% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 5% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്തും കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പയർ ചെയ്യുമ്പോൾ 157% സെയിൽസ് ജമ്പാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 207% ജമ്പും കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 8.89 മാത്രമാണെന്ന് കാണാൻ കഴിയും. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 33.4 അതുപോലെ 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 16.3 അപ്പോൾ വളരെ ലോ PEയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു ശക്തമായ ഫണ്ടമെൻ്റൽസ്, അപ്പോൾ ശക്തമായ റിസൾട്ട് ഉണ്ടായിട്ടും ഈ സ്റ്റോക്കിൻ്റെ PE അത് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ കാണുന്നത് തികച്ചും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതുകൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ഡെറ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 0 ഡെറ്റ് കമ്പനിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിങ് ഇതിൽ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് പ്രധാനമായിട്ടും ഇവർ ഫേസ് ചെയ്യുന്നത് FDA അപ്രൂവൽ, അതുപോലെ പ്രൈസിങ് കൺട്രോൾ, പ്രത്യേകിച്ച് US മാർക്കറ്റിൻ്റെ ലക്ഷ്യമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള വളറ്റിലിറ്റി ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് അത് കുറയുമെന്നുള്ള ഒരു പ്രവചനം ഉണ്ടായിരുന്നു. FY 2026 അത് 69.8 FY 27 അത് 37 ഡൗൺ ആകുമെന്നും ഉള്ള ഒരു പ്രോഫിറ്റ് കംപ്രഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ സ്റ്റോക്ക് ഡൗൺ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം.
അപ്പോൾ US ജനറിക് ഫേംസുമായിട്ടുള്ള ഇവരുടെ ഒരു ലൈസൻസിങ് ഡീൽസ് അതിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് ആ രീതിയിൽ ഡൗൺ ആകാൻ കാരണം. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികൾ മാറി നിൽക്കുന്നുണ്ട് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂവിന് കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ 934 എന്നുള്ള ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ എൻട്രി ചെയ്യുന്നത് തികച്ചും നല്ലൊരു എൻട്രി ആയിരിക്കണമെന്നില്ല. എന്നാൽ 900 എന്നുള്ള ലെവലിൽ താഴെ ഇത് വരികയാണെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ ലെവലാണ്. ആ ലെവലിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് കുറച്ചുകൂടി ഷോർട്ട് ടേമിൽ ഗുണകരമാകുമെന്നാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റലി ലോ പിയും ഹൈ ROയുമുള്ള ഈ സ്റ്റോക്ക് അതിൻ്റെ ഡിപ്പിൽ വാങ്ങുന്നതിൽ വലിയ തെറ്റില്ല നമുക്ക് കാണാൻ കഴിയും. 850 എന്നുള്ള ഒരു ഡിപ്പ് വളരെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മൊത്തത്തിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.